ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മുളകിട്ട് വെച്ച ഒരു തിരണ്ടിക്കറിയുടെ റെസിപ്പി പരിചയപ്പെട്ടാലോ. ആദ്യമായി തന്നെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു നുള്ള് കടുകും ഒരു നുള്ള് ഉലുവയും ചേർത്ത് നന്നായി പൊട്ടിച്ചെടുക്കുക. ഇപ്പോൾ കടുകും ഉലുവയൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നീളത്തിൽ ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി ചേർത്തിളക്കിയെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇതേ അവസരത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവ ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീയുടെ ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഫ്രൈ ചെയ്തെടുക്കുവാൻ. കരിഞ്ഞു പോകാൻ ഇടവരരുത്. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചാറിലേക്ക് പുളിയൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടുവാൻ വേണ്ടി നമുക്ക് അടച്ചു വെച്ച് അല്പനേരം തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഗ്രേവി എല്ലാം നന്നായി തിളച്ച് വന്നിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ച തിരണ്ടി പീസുകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വന്ന ഗ്രേവിയിലേക്ക് നമ്മൾ മീനെല്ലാം ചേർത്ത് കൊടുത്ത് അല്പം കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം നമുക്ക് ഗ്രേവിയെല്ലാം വറ്റി വരത്തക്കോണം കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഗ്രേവിയെല്ലാം വറ്റി നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.